ഹലോ എവരിവൺ. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസറിനെ കുറിച്ചാണ്. അപ്പോൾ 2026 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി ഐസർ ക്രാക്ക് ചെയ്ത് ഐസറിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു അൾട്ടിമേറ്റ് ഗൈഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഐസറിൽ നമുക്ക് എങ്ങനെ എത്താം, എത്രത്തോളം സീറ്റുകളുണ്ട്, എത്രത്തോളം ഫീസ് നമ്മൾ ഓരോ സെമസ്റ്ററിലും കൊടുക്കണം തുടങ്ങിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. നമ്മളെ ബിടെക്കിലൊക്കെ IIT ഉള്ളതുപോലെ നമ്മളെ സയൻസിന്റെ ഒരു IIT ആണ് ഐസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സയൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ളതും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ് ഐസറുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 7 ഐസറുകളാണുള്ളത്. നമ്മളെ കേരളത്തിൽ ഐസർ തിരുവനന്തപുരം ഉണ്ട്, അതുപോലെ തന്നെ തിരുപ്പതി, പൂനെ, ഭോപ്പാൽ, മൊഹാലി, കൊൽക്കത്ത ആൻഡ് ബർഹംപൂർ. ഇതാണ് 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐസറുകൾ. ഇനി നമുക്ക് ഐസറുകളിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 5 വർഷത്തെ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ് എല്ലാ ഐസറുകളിലും ഓഫർ ചെയ്യുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ചില ഐസറുകളിൽ 4 വർഷത്തെ BS പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ഐസറുകളിൽ BTech പ്രോഗ്രാം പോലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം എല്ലാ ഐസറിലും ഉണ്ട്. ഇനി അതിന്റെ പുറമെ ഐസർ കൊൽക്കത്തയിൽ 5 വർഷത്തെ BSMS ഇൻ കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസർ ഭോപ്പാലിൽ BS ഇൻ എക്കണോമിക് സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആൻഡ് ഐസർ തിരുപ്പതിയിൽ 4 വർഷത്തെ BS ഇൻ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഐസർ ഭോപ്പാലിൽ 4 വർഷത്തെ BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഐസർ ഭോപ്പാലിൽ തന്നെ 4 വർഷത്തെ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആൻഡ് അതിന്റെ പുറമെ ഐസർ ഭോപ്പാലിൽ തന്നെ 4 വർഷത്തെ BTech ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇതാണ് ടോട്ടലായിട്ട് ഐസറുകളിലുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയധികം കോഴ്സുകൾ നമുക്ക് ഐസറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ഐസറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിന്റെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 5 വർഷമാണ് കോഴ്സ് ഉണ്ടായിരിക്കുക. ഓരോ വർഷത്തിനെയും നമ്മൾ 2 സെമസ്റ്ററുകളായിട്ട് തിരിക്കും. അങ്ങനെ 10 സെമസ്റ്റേഴ്സ് ആയിരിക്കും ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ 2 വർഷം, അതായത് ആദ്യത്തെ 4 സെമസ്റ്ററുകളിൽ ചില ഐസറുകളിൽ നമുക്ക് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള 4 സബ്ജക്റ്റുകളും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 4 സയൻസ് സബ്ജക്റ്റുകളും ഒരേപോലെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചില ഐസറുകളിൽ അത് 1.5 വർഷം അല്ലെങ്കിൽ 3 സെമസ്റ്റർ ആയിരിക്കാം. ചില ഐസറുകളിൽ അത് 4 സെമസ്റ്റർ ആയിരിക്കാം. അതിനുശേഷം നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണ്. നമുക്ക് അവിടെ വെച്ച് ഒരു മേജർ സബ്ജക്റ്റും ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു മൈനർ സബ്ജക്റ്റും ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് 2 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി 3ാമത്തെ വർഷം തൊട്ട് 3ഉം 4ഉം വർഷങ്ങളിൽ നമ്മൾ ഒരു സബ്ജക്റ്റ് മേജർ ആയിട്ടും പഠിക്കണം ആൻഡ് ഒരു സബ്ജക്റ്റ് മൈനർ ആയിട്ട് നമ്മൾ പഠിക്കണം. അതിൽ തന്നെ 4ാമത്തെ വർഷത്തിലെ 2ാമത്തെ സെമസ്റ്ററിൽ, അതായത് ടോട്ടൽ സെമസ്റ്റർ നോക്കുകയാണെങ്കിൽ 8ാമത്തെ സെമസ്റ്ററിൽ നമ്മൾ മൈനർ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത സബ്ജക്റ്റിൽ ഒരു പ്രൊജക്റ്റ്, ഒരു റിസർച്ച് പ്രൊജക്റ്റ് നമ്മൾ ആ ഒരു സെമസ്റ്റർ ത്രൂ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് 9ാമത്തെയും 10ാമത്തെയും സെമസ്റ്ററിൽ നമ്മുടെ അവസാനത്തെ ഫൈനൽ ഇയർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൂടുതൽ പഠിക്കുകയൊന്നും വേണ്ട, എൻറ്റയർലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർഷത്തെ റിസർച്ച് പ്രൊജക്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വർഷം 2 സെമസ്റ്റേഴ്സ് ആണുള്ളത്. ആ 2 സെമസ്റ്റേഴ്സിന്റെ ഇടയിൽ
ബ്രേക്ക് ഉണ്ടായിരിക്കും. സമ്മർ ബ്രേക്ക് ഉണ്ടായിരിക്കും, വിന്റർ ബ്രേക്ക് ഉണ്ടായിരിക്കും. ഈ സമ്മർ ബ്രേക്കിന്റെ സമയത്തോ വിന്റർ ബ്രേക്കിന്റെ സമയത്തോ നമ്മൾ പഠിക്കുന്ന അതേ ഐസറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റേതെങ്കിലും ഐസറിലോ നമുക്ക് സമ്മർ ഇന്റേൺഷിപ്പോ വിന്റർ ഇന്റേൺഷിപ്പോ ചെയ്യാനും സാധിക്കും. അപ്പൊ അതൊക്കെ ഈ ഒരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. ഇനി നമുക്ക് ഐസറിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ് ആയിട്ടുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ +2 ലെവലില് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും എനി 3 സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടായിരിക്കണം. പല ആളുകളും അപ്പൊ ചോദിക്കുന്ന കാര്യമാണ്, ഐസറിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് മാത്സ് കമ്പൽസറി ആണോ എന്നുള്ളത്. നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്ത BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിന് നമുക്ക് എടുക്കണമെങ്കിൽ മാത്സ് കമ്പൽസറി അല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ സബ്ജക്റ്റിൽ ഏതെങ്കിലും 4 എണ്ണത്തിൽ 3 എണ്ണം എടുത്താൽ മതി. പക്ഷെ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള BS പ്രോഗ്രാം, അതുപോലെ തന്നെ BTech പ്രോഗ്രാം, ഇതിലെല്ലാം നമുക്ക് മാത്തമാറ്റിക്സ് +2 കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. ഇനി മറ്റൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2024 2025 2026 +2 കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനാണ് എക്സാം എഴുതാൻ സാധിക്കുക. +2 മിനിമം നമുക്ക് 60% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. ഇനി ഒരു SC, ST, PWD കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എങ്കിൽ 55% മിനിമം റിക്വയർഡ് മാർക്ക് ഇൻ +2 എന്ന് പറയുന്നത്. സോ ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി നമുക്ക് എങ്ങനെയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ എന്നുള്ളത് നമുക്ക് നോക്കാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 4 സബ്ജക്റ്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് 15 ചോദ്യങ്ങൾ വെച്ചാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഉണ്ടായിരിക്കുക. ഒരു ചോദ്യത്തിന് 4 മാർക്ക്, ശരിയുത്തരത്തിന് 4 മാർക്ക്, തെറ്റുത്തരമാണെങ്കിൽ -1 മാർക്കിംഗ് ആണ്. ഓർക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടോട്ടൽ 240 മാർക്കിലാണ് നടത്തുന്നത്. അതിലൊരു സേഫ് സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 120 മാർക്ക്, 120 മാർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഐസറിൽ അവസാനത്തെ അലോട്ട്മെന്റിലെങ്കിലും സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഒരു ഐസർ കൊൽക്കത്ത, മൊഹാലി പോലെയുള്ള ഒരു മിഡ് റേഞ്ച് ഐസറുകളിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 130 to 140 മാർക്സ് ആണ് സേഫ് സ്കോർ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് ഐസർ എന്നറിയപ്പെടുന്ന ഐസർ പൂനെയിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത് എങ്കിൽ അവിടെയുള്ള ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് 150+ മാർക്ക് ആണ്. ഇനി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഐസറിൽ മാത്രമല്ല പഠിക്കാൻ പറ്റുക, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നോക്കുകയാണെങ്കിൽ IIT മദ്രാസിലുള്ള 4 ഇയർ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാം, അതുപോലെ IIT ഗുവാഹട്ടിയിലുള്ള 4 ഇയർ BS പ്രോഗ്രാം ഓൺ ബയോമെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. മൂന്നാമത്തേത് IISc ബാംഗ്ലൂരിലുള്ള 4 ഇയർ ബാച്ചിലർ ഓഫ് സയൻസ് BS റിസർച്ച് പ്രോഗ്രാം. നാലാമത്തത് IACS കൊൽക്കത്ത. ഇത് ഈ വർഷം തൊട്ട് മാത്രം വന്ന കോളേജാണ്. IACS കൊൽക്കത്ത ഇന്റഗ്രേറ്റഡ് ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഇൻ സയൻസ് BSMS പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ്. ഇനി IIEST ഷിപ്പൂർ 5 ഇയർ BSMS ഇൻ കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് അപ്ലൈഡ് ജിയോളജി പ്രോഗ്രാം. ഈ 5 ഡിഫറെന്റ് ആയിട്ടുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളിലേക്ക് നോക്കാം. മാർച്ച് 5 2026 ഐസറിന്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. ഏപ്രിൽ 13 2026 വരെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും ആൻഡ് ഏപ്രിൽ 13 ക്ലോസ് ചെയ്യും. ഇനി നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എങ്കിൽ ഏപ്രിൽ 15 16 ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാൻ പോകുന്നത് മെയ് 24 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ജൂൺ 7 ആൻഡ് അതിനുശേഷം ജൂൺ അവസാനത്തോട് കൂടിയിട്ടായിരിക്കും
റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഏകദേശം ഐസറിലേക്കുള്ള അഡ്മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർക്കുക, മാർച്ച് 5-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. അപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് മാർക്ക് ഷീറ്റ് ഒന്നും കയ്യിലുണ്ടായിരിക്കില്ല. കാരണം അവർ എക്സാം എഴുതി തീർന്നിട്ടില്ല, എക്സാം മാർക്ക് ഷീറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് മാർച്ച് 5-ാം തീയതി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല ആളുകളുടെ ഒരു ഡൗട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ഡിക്ലറേഷൻ ഫോം നമ്മളെ വെബ്സൈറ്റിൽ iser.admission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവിടെ ഒരു ഡിക്ലറേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ മാർക്ക് ഷീറ്റ് വെയിറ്റിംഗ് ആണ്, എക്സാം കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ, മാർക്ക് ഷീറ്റ് വെയിറ്റിംഗ് ആണ് എന്നും മാർക്ക് ഷീറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ പുതിയ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഫോം പ്രിന്റ് ചെയ്ത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ മാർക്ക് ഷീറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ EWS കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസിനും OBC/NCL കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസും കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. കഴിഞ്ഞ വർഷത്തെ പ്രകാരം ഏപ്രിൽ 1-ന് ശേഷമുള്ള OBC/NCL സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. പല ആളുകൾക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ഏപ്രിൽ 1-ന് മുന്നേയുള്ള OBC/NCL സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ആയതുകൊണ്ട് അവരെ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയും അവരുടെ റിസർവേഷൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഐസർ കിട്ടാത്ത ഒരു സാഹചര്യവും കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും വരുത്തരുത്. അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട OBC/NCL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 1-ന് ശേഷം മാത്രമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 1-ന് ശേഷം മാത്രമല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാർച്ച് 5-ാം തീയതി ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്ത് സെന്റർ കിട്ടാനുള്ള സാധ്യത തുടക്കത്തിൽ തന്നെ അപ്ലൈ ചെയ്താൽ കൂടുന്നതാണ്. അപ്പൊ നിങ്ങൾ മാർച്ച് 5-ാം തീയതി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിലും OBC/NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ OBC/NCL സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് യഥാക്രമം അത് അപ്ലോഡ് ചെയ്യാമെന്നും നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫോമാണ്. ആ ഫോം iser.admission.in പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൈൻ ചെയ്ത് അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം മാർച്ച് 5-ാം തീയതി തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ലേറ്റർ ഈ OBC/NCL സർട്ടിഫിക്കറ്റ് ഏപ്രിൽ 1-ന് ശേഷമുള്ള OBC/NCL സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏപ്രിൽ 1-ന് ശേഷം ഉള്ള ആ ഒരു പുതിയ OBC/NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ OBC/NCL കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസും അതുപോലെ തന്നെ EWS കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസും ശ്രദ്ധിക്കുക, നിങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്യുക. ഏപ്രിൽ 1-ന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. ഇനി നമുക്ക് ഐസറിലുള്ള ഫീ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഇനി SC ST PWD കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഐസറിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഐസറിൽ നമ്മൾ കൊടുക്കേണ്ട ഫീ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സെമിസ്റ്ററിലും ഏകദേശം ഒരു ആവറേജ് 85,000 തൊട്ട് 90,000 രൂപ വരെ ആയിരിക്കും ഓരോ സെമസ്റ്ററിലും നമ്മൾ പേ ചെയ്യേണ്ട ഫീ എന്ന് പറയുന്നത്. ഇത് ഓരോ ഐസറിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ഈ വർഷം ഏതൊക്കെ ഐസറിൽ എത്രയാണ് ഫീ വരുന്നത് എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് തന്നെ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ നിങ്ങൾ ഇതുപോലെയുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐസർ എക്സാം എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു സയന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളെ ചാനലിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഈ വീഡിയോ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഐസറിന്റെ ഫീസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐസറിന്റെ സീറ്റ് മെട്രിക്സ് ആണ്. ഈ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോഗ്രാമുകളിൽ നിന്നും ടോട്ടൽ സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 2343 അതിൽ ഏകദേശം BSMS ഡ്യുവൽ ഡിഗ്രി 5 വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്കുള്ള
ആ ഒരു പ്രോഗ്രാമിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 2030 സീറ്റുകളാണ് ഉണ്ടായിരിക്കുക. ഈ എല്ലാ സീറ്റുകളിലേക്കും തന്നെ ഗവൺമെന്റ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റിസർവേഷൻ ഫോളോ ചെയ്യപ്പെടും. SC, ST, PWD, അതുപോലെ തന്നെ OBC, NCL, EWS ഇതുപോലെയുള്ള കാറ്റഗറി സ്റ്റുഡൻസിന് റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്റ്റുഡന്റ് ഐസറിൽ നിന്ന് പഠിച്ചിറങ്ങുകയാണെങ്കിൽ എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ബഡ്ഡിംഗ് സയന്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഐസറുകൾ നിലവിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും PhD എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഐസറിന് ശേഷം ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്. ഐസർ കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏതൊരു റിസർച്ച് ലാബിലേക്കും നിങ്ങൾക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. ഇൻഫാക്ട് ഒരുപാട് സ്റ്റുഡൻസ് ഐസറിന് ശേഷം PhD ആണ് പെർസ്യൂ ചെയ്തു പോകുന്നത്. PhD അതിനുശേഷം പോസ്റ്റ് അതിനുശേഷം ഒരുപക്ഷെ ഇൻഡസ്ട്രിയൽ റിസർച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ അക്കാഡമിയ ഒരു പ്രൊഫസറായിട്ട്, അതുപോലെ തന്നെ ഒരു സ്വയം ലാബിൽ എക്സ്പെരിമെന്റ് നടത്തുന്ന ഒരു സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഹയർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ കരിയറിലേക്കാണ് കുട്ടികൾ സാധാരണ പോവാറുള്ളത്. ഇനി അതല്ലാതെ BS പ്രോഗ്രാം, അതുപോലെ തന്നെ BTech പ്രോഗ്രാം അതെല്ലാം കഴിഞ്ഞ സ്റ്റുഡൻസിന് നേരെ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോർപ്പറേറ്റ് ജോബ്സിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പല ആളുകൾക്കും ഒരു സംശയമുണ്ട്, ഐസറിൽ പ്ലേസ്മെന്റ് സെല്ലുണ്ടോ എന്നുള്ളത്. അപ്പൊ ഐസർ പൂനെ പോലെയുള്ള ഐസറുകളിലൊക്കെ പ്ലേസ്മെന്റ് സെല്ലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഒരു ട്രഡീഷണൽ സെൻസിലുള്ള IIT-കളിലും NIT-കളിലും ഒക്കെ ഉള്ളത് പോലെയുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ലൊന്നും അത്ര സജീവമായിട്ട് ഐസറിലില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ പുതിയ പുതിയ കോഴ്സുകൾ ഈവൻ BTech വരെ ഐസറിന്റെ അകത്ത് വരുന്നുണ്ട്. സോ പ്ലേസ്മെന്റും അതുപോലെ തന്നെ ജോലി സാധ്യതകളും ഗ്രാജുവേഷന് ശേഷം തന്നെ പ്ലേസ്ഡ് ആവാനുള്ള സാധ്യതയും ഒക്കെ വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ബെറ്റർ ആവുന്നത് തന്നെയാണ്. സോഫാർ ഒരു ട്രഡീഷണൽ സെൻസിലുള്ള BSMS ഡ്യുവൽ ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ നേരെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു പ്ലേസ്മെന്റ് സെല്ല് നിലവിലില്ല. പക്ഷേ സ്ഥിതി ഇംപ്രൂവ് ആവുന്നുണ്ട്, കൂടുതൽ ബെറ്റർ ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി PhD-യും അതുപോലെ കോർപ്പറേറ്റ് ജോബ്സും അല്ലാതെ നിങ്ങൾക്ക് ഐസറിന് ശേഷം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് പോകണമെങ്കിൽ, സയൻസ് ബേസ്ഡ് ആയിട്ടുള്ളയും എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയറിലേക്ക് പോകണമെങ്കിൽ സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതായത് നമ്മളുടെ കയ്യിൽ ഐസറിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്ട് സയൻസ് എന്ന് പറയുന്ന കോർ സബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിലേക്ക് ഒരു കോമൺ പീപ്പിളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, നമ്മൾ ഈ ഒരു ഡിസ്കവറി ചാനലിലും അതുപോലെ തന്നെ അനിമൽ പ്ലാന്റ് ഈ ഒരു ചാനലിലൊക്കെ നമ്മൾ പണ്ട് കാണാറില്ലേ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പ്രോഗ്രാംസ്, അതുപോലെ നിങ്ങൾക്ക് ഒരു സയൻസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കരിയറാണ് സയന്റിഫിക് ഇല്ലസ്ട്രേഷൻസ്. നമ്മൾ ഒരു സയന്റിഫിക് കോൺസെപ്റ്റ്സ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് കമ്പനി അവരുടെ ഒരു പ്രത്യേക മോളിക്യൂള് ഒരു രോഗത്തിന് എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് പൊതുജനങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പല ഡയഗ്രാംസും, സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാംസ് വഴിയായിരിക്കും ആളുകളിലേക്ക് എത്തിക്കുക. ആ ഡയഗ്രാംസ് വരയ്ക്കാൻ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ കോർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള സയൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ സ്കില്ല് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്കില്ലും കൂടെ ഉണ്ട് എങ്കിൽ സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് എൻ്റെ പോലെ ടീച്ചർ ആവുന്നതാണ് ഭയങ്കര ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് റോളിലേക്ക് പോവാവുന്നതാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് നിങ്ങൾക്ക് ടീച്ചറായിട്ട് മാറാം. അല്ലെങ്കിൽ ഐസർ കഴിഞ്ഞതിന് ശേഷം കോളേജുകളിലൊക്കെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാൻ സാധിക്കുന്നതാണ്. ഇനി സ്കൂൾ ലെവലിലുള്ള ഒരു ടീച്ചർ ആവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിലേക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ്. അവിടെ BEdും കൂടെ എടുക്കേണ്ടതായിട്ട് വരും. അത് അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ എലിജിബിലിറ്റിയാണ്. അതും കൂടെ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയിലേക്ക് പോകാൻ സാധിക്കും.
സോ ഐസറിനെ കുറിച്ച് നിങ്ങൾ പെരിഫറലായിട്ട് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഐസറിലുള്ള സ്കോളർഷിപ്പുകൾ, നമുക്ക് കംപ്ലീറ്റ് സ്കോളർഷിപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഐസറിലുള്ള ഫീസ്, നമുക്ക് ഓരോ ഐസറിൻ്റെയും ഫീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഓരോ കരിയർ ഓപ്പർച്യൂണിറ്റിയും വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതുപോലെയുള്ള സീരീസ് ഓഫ് വീഡിയോസിലൂടെ കൂടുതൽ ഡെപ്തിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് തുടർന്നും ഈ ഒരു ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള നമ്മളെ മലയാളത്തിൽ ഒരു ഐസറിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള ഐസർ അപ്ഡേറ്റ്സ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.